نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നന്ദിയുള്ള ഒരു അടിമയായി മാറണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ശക്തമായ മനസ്സിൻ്റെ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമുക്ക് തന്നെ ഇഷ്ടമില്ലാതെ നമ്മളതിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവന് വഴിപ്പെട്ട് അവന് കീഴൊതുങ്ങി അവൻ്റെ പൊരുത്തവും തൃപ്തിയും സ്വീകരിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അറിവുള്ളവരെപ്പറ്റി അവരുടെ ഒരു പ്രത്യേകതയായിട്ട് അല്ലാഹു പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായിട്ടും അല്ലാഹുവിൻ്റെ ഇബാദുകളിൽ, അടിമകളിൽ പടച്ചവനെ ഏറ്റവും ഭയപ്പെടുന്നത് ആ അടിമകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആലിമീങ്ങളാണ്, പടച്ചവനെ പറ്റിയിട്ടുള്ള
അറിവുള്ള ആളുകളാണ്. അപ്പോൾ അറിവുള്ള ആളുകളാണ് പടച്ചവനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അറിവ് കുറവാണ് പല കാര്യങ്ങളിലും. നമ്മുടെ ജീവിതത്തിൽ പടച്ചവന് കീഴ്പ്പെട്ടും അനുസരിച്ചും ഒതുങ്ങിയും അവൻ്റെ തൃപ്തിയെ ഏറ്റവും പരമപ്രധാനവുമായി കണക്കാക്കി ജീവിക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം അറിവ് കുറവാണ്. അതിൽ പ്രധാനപ്പെട്ട അറിവാണ്, ഞാൻ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ എന്താണ് എനിക്ക് ഗുണമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹം ഉണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. പരലോകത്തും മാത്രമല്ല, ഇഹലോകത്തും അനുഗ്രഹമുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇഹലോകം നമ്മുടെ ഭൗതിക ജീവിതവും സമാധാനപൂർണമാക്കുന്ന, സംതൃപ്തപൂർണമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആൻ അതിലൂടെ സൂചിപ്പിച്ചത്. നിങ്ങൾ എത്രയാണോ പടച്ചവനോട് നന്ദിയുള്ള ആളുകളായി ജീവിക്കുന്നത് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം, പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർത്തും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, നാം നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കണമെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ അദാബ്, എൻ്റെ ശിക്ഷ കഠിനമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതി, ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹ് പറഞ്ഞത്. ഐ ലഇൻ ശകർത്തും നിഅമതി അലൈക്കും ലഅസീദന്നക്കും മിൻഹാ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേലുള്ള എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നന്ദി കാണിക്കുന്നതിനനുസരിച്ച് ഞാൻ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണത്. അള്ളാഹു നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തി. ഒരു വിശ്വാസിൻ്റെ ഈമാനാണ്. എന്താണ് എൻ്റെ അനുഗ്രഹം? ആരോഗ്യമാണോ? എങ്കിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് അനുസരിച്ച് ഒതുങ്ങി അവൻ്റെ പൊരുത്തത്തിന് പ്രാധാന്യം നൽകുന്നൊരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്താൽ എനിക്ക് ആരോഗ്യമാണെങ്കിൽ അള്ളാഹ് അതിങ്ങോട്ട് വർദ്ധിപ്പിച്ചു തരും. സമ്പത്താണോ? എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു തരും. അതല്ല ഭൗതികമായിട്ടുള്ള എന്തനുഗ്രഹമാണ്, ആ അനുഗ്രഹം അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യൻ നന്ദി കാണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നന്ദി കാണിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകി. ഫഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹുവിൻ്റെ നിഅമത്ത്, പടച്ചവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാനിരിക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നിങ്ങൾക്ക് അള്ളാഹ് നൽകിയിട്ടുള്ളതേ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ഏറ്റവും ദുരിത ജീവിതത്തിൻ്റെ ഉടമ ഞാനാണ് എന്ന് അവകാശപ്പെടുന്നവൻ, അവനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. ഏറ്റവും അനുഗ്രഹീതനെ പറ്റി മാത്രമല്ല, ഈ ദുനിയാവിലെ ഏറ്റവും അനുഗ്രഹീതൻ എന്ന് നമ്മുടെ സങ്കല്പങ്ങൾക്ക് തോന്നുന്ന ചില ആളുകൾ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും അവരൊക്കെ എത്ര ഭാഗ്യവാന്മാർ. അങ്ങനെ നമ്മൾക്ക് തോന്നിക്കുന്ന ആളുകളുണ്ടല്ലോ, അതാണോ ഭാഗ്യവാൻ? അതല്ല ദുനിയാവിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവനാണോ ഭാഗ്യവാൻ? ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഭാഗ്യം തീരുമാനിക്കപ്പെടുക മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദുനിയാവ് മാത്രമാണ് മനുഷ്യനുള്ളൂ എങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും ഭാഗ്യവാന്മാർ. മനുഷ്യനെ അറും കൊല ചെയ്ത് തങ്ങളുടെ അധികാരം പിടിച്ചു നിർത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തങ്ങൾക്കെതിരെ വരുന്ന കോടതി വിധികളെ മറികടക്കാനായി അയൽ രാജ്യങ്ങളോട് യുദ്ധം നിരന്തരമായി നീട്ടിക്കൊണ്ടിരിക്കുന്ന കുടില ബുദ്ധിയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരലോകമില്ലെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. ഒരു രാജ്യത്തിൻ്റെ
തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഏറ്റവും മോശപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും അവരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്ന്. പരലോകമില്ലെങ്കിൽ അവരൊക്കെയാണ് ഭാഗ്യവാന്മാർ. പക്ഷെ പരലോകമുണ്ട്. മനുഷ്യനോട് മനുഷ്യൻ ചെയ്ത എല്ലാ അതിക്രമത്തിനും കണക്ക് പറയുന്ന ലോകമുണ്ട്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല 2 മൃഗങ്ങളെ കൊണ്ടുവരുന്ന ഹദീസുകളിലുള്ളത്, കൊമ്പുള്ള ആട്, കൊമ്പില്ലാത്ത ആട്. ദുനിയാവിൽ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്തേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് കൊമ്പില്ലാത്ത ദുനിയാവിൽ കുത്തുകൊണ്ട ആടിന് കൊമ്പ് നൽകിയിട്ട് തിരിച്ചു കുത്തിച്ചിട്ടാണ് അല്ലാഹു അവയെ മണ്ണാക്കി വിടുക എന്ന് പറഞ്ഞാൽ ഒരു അനീതി ബാക്കി വെച്ചിട്ടുണ്ടാവില്ല റബ്ബ് സുബ്ഹാനഹു തആല. ഈ ദുനിയാവിൽ നെകളിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കബന്ധങ്ങളിൽ തങ്ങളുടെ അധികാര കസേരകൾ ഉറപ്പിച്ചു വെക്കുന്നവർ, മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാത്തവർ, വർഗീയത ഊതിപ്പെരിപ്പിച്ച് രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ആ ചോരയിൽ നിന്ന് തങ്ങളുടെ അധികാര കസേരകൾ നാട്ടിവെച്ച ആളുകൾ, മനുഷ്യനോട് അക്രമം ചെയ്ത ഈ അക്രമികൾ അനുഭവിക്കാതെ മരിക്കില്ല. മരണാനന്തര ജീവിതത്തിൽ നിരന്തര അനുഭവങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സംശയവും നമുക്കതിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. ദുഷ്ടന്മാർക്ക് അല്ലാഹു നീട്ടിയിട്ട് കൊടുത്തേക്കും. അവരെ ചിലപ്പോൾ പെടുന്നനെ പിടിച്ചേക്കില്ല, നീട്ടിയിട്ട് കൊടുത്തേക്കും. പക്ഷെ വിശ്വാസികൾ മനസ്സിലാക്കിക്കോ, അവൻ ചെയ്ത അനീതിയുടെ തിക്തഫലം ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന, പേറുന്ന നാളെയുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, നിനക്കൊക്കെ ഞാൻ തന്ന ഈ ദുനിയാവിലെ ഏറ്റവും ദുരിതം പിടിച്ച ജീവിതത്തിന്റെ ഉടമ ഞാനാണ് എന്ന് പറയുന്ന മനുഷ്യനോട് കൂടിയാണ് റബ്ബിന്റെ ആ പറച്ചിൽ. അല്ലാഹുവിന്റെ നിഅമത്ത് നീ എണ്ണാൻ നിൽക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിനക്ക് തന്നത് എണ്ണി തീർക്കാൻ നിനക്ക് പറ്റില്ല. നിനക്ക് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. എന്നിട്ട് പടച്ചവൻ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഇന്നൽ ഇൻസാന ലളുലൂമുൻ കഫാറുൻ, നിശ്ചയമായിട്ടും മനുഷ്യൻ വളരെ അക്രമിയും അതുപോലെ തന്നെ നന്ദി കെട്ടവനുമാണ്. അല്ലാഹു പറയാ, മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് നന്ദി കേട് എന്നുള്ളത്. അതുപോലെ തന്നെ അക്രമം പ്രവർത്തിക്കുക, തൻ്റെ താല്പര്യത്തിന്, സുഖത്തിന്, തനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വലിയ അക്രമം ചെയ്തു കളയും. മനുഷ്യൻ ഏറ്റവും നന്ദികേട് ചെയ്തു കളയും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, അക്കൂട്ടത്തിലാണ് മനുഷ്യരിലെ ഭൂരിപക്ഷവും. വലിയ വലിയ ആളുകൾ വലിയ വലിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വലിയ വലിയ നന്ദികേട് കാണിക്കുമ്പോൾ ചെറിയ മനുഷ്യരങ്ങനെ തന്നെയാണ്. സൗകര്യങ്ങളില്ലാത്തവരങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും സംസാരിക്കുക, കൊടും ക്രൂരതകൾ ചെയ്ത ആളുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചിട്ട് മനുഷ്യനോട് അതിക്രമം ചെയ്തവരെ പറ്റി നമ്മൾ സംസാരിക്കും. വേണ്ട, സ്വന്തം അയൽവാസിക്ക് നടക്കാനുള്ള വഴി അടച്ചു പൂട്ടിയവനും അക്രമി തന്നെയാണ്. സ്വന്തം അതിരിന്റെ കുറ്റിയിടുമ്പോൾ അയൽവാസിന്റെ പറമ്പിലേക്ക് നീട്ടിയിട്ടവനും അക്രമി തന്നെയാണ്. അവന് സൗകര്യമില്ല, അവന് മറ്റുള്ള സ്വേച്ഛാധിപതികളെ പോലെ വളരെ വൈഡായ അക്രമം ചെയ്യാനുള്ള സൗകര്യമില്ല. എന്നാൽ അവന്റെ പരിധിയിൽ നിന്നിട്ട് അവൻ അക്രമം ചെയ്തുകൊണ്ടിരിക്കും, അവൻ അനീതി കാണിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ഒരു വാസനാണ്. അതാ അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, നിശ്ചയമായിട്ടും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, ആ കാര്യത്തിന് അവൻ തന്നെ സാക്ഷിയാണ്. അവന്റെ ജീവിതം നോക്കിയാൽ മതി, അവന്റെ സ്വഭാവം നോക്കിയാൽ മതി, അവന്റെ പെരുമാറ്റം നോക്കിയാൽ മതി, അതിന് സാക്ഷിയാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന ചില വിവാദങ്ങളുണ്ടല്ലോ. ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ഉന്നതൻ, സവർണൻ, അവൻ തൻ്റെ സീറ്റ് ഷെയർ ചെയ്യാൻ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്നവന് കരുതുന്ന ആൾക്ക് സീറ്റ് ഷെയർ ചെയ്യാൻ മടിച്ചു. വലിയ വിവാദം ഉണ്ടായി. ദരിദ്രനാണ്. ആ ദരിദ്രനാണെങ്കിൽ അവൻ്റെ മനസ്സിലെ ഹുങ്ക്, അവൻ്റെ മനസ്സിലെ അതിക്രമം, അവൻ്റെ മനസ്സിലെ ധിക്കാരം,
അവനെപ്പോലെയുള്ള മറ്റൊരു മനുഷ്യനെ അവനൊക്കെ കൂടി വരച്ച ഒരു മാനദണ്ഡ പ്രകാരം താഴ്ന്നവനാക്കി. അല്ലാതെ മനുഷ്യനെങ്ങനെ താഴ്ന്നവൻ ഉയർന്നവനായത്? ആരാ തീരുമാനിച്ചത്? ഈ നാട്ടിലെ സവർണനാണോ മനുഷ്യർക്ക് ഇന്നവൻ ഉയർന്നവൻ, ഇന്നവൻ താഴ്ന്നവൻ, ഇന്നവൻ അധമൻ എന്ന് തീരുമാനിക്കാനുള്ള പിന്നെ യോഗ്യത കൊടുത്തിട്ടുള്ളത്? ആരാ കൊടുത്തത്? മനുഷ്യനാണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സവർണൻ യൂറോപ്പിൽ പോയാലോ, വൈറ്റ് സ്കിന്നുള്ളവരെടുത്ത് പോയാലോ, ഇവിടുത്തെ സവർണൻ അവർക്ക് അധമൻ. ഇത്രേ ഉള്ളോ? മനുഷ്യർ അക്രമം മനസ്സിലുള്ളവരാണ്, പ്രകൃതത്തിലുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താ? നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പടച്ചോൻ പണം തന്നിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അറിവ് തന്നിട്ടുണ്ടെങ്കിൽ, സൗകര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സൗകര്യങ്ങളും അറിവുകളും റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? ലഅസീദന്നകും, പടച്ചോൻ ഇങ്ങനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാ ചില സമ്പന്നന്മാർ കണ്ടിട്ടില്ലേ, അവർ വീണ്ടും സമ്പന്നന്മാരാകുന്നു. എന്തുകൊണ്ടാ? അവരെ കച്ചവടം വിജയിച്ചുകൊണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ പിന്നെ ബിസിനസ്സിൽ അവരിറക്കിയത് പിന്നെ ലാഭം കൊയ്യുന്ന കണ്ണിങ് സമയത്തായി, പീരീഡിലായി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മാർക്കറ്റിൽ കിടന്ന് ചെയ്യുന്ന വേല അതന്നെയാണ് ഇയാളും ചെയ്തത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പൊട്ടിപ്പാളിസാവുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല കൈപിടിച്ച് കയറ്റനാണ്. അത് വർദ്ധിപ്പിക്കും. അല്ലാഹ് വിശ്വാസിക്ക് വർദ്ധിപ്പിക്കും. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നാമത്തത് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, അവൻ എന്ത് അനുഗ്രഹം നമുക്ക് നൽകിയത്? ആ അനുഗ്രഹം നന്മക്ക് ഉപയോഗിക്കണം. എന്താണോ അനുഗ്രഹം, ആ അനുഗ്രഹം നന്മക്ക് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ബർക്കത്ത് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ അല്ലാഹ് പറഞ്ഞെന്തറിയോ? രണ്ടാമത്തത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ദുആ, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ദുആ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതെന്താ? വകാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. പടച്ചവനോട് ചോദിക്ക്, പടച്ചവൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം പിടിച്ചു നിൽക്കുന്നവർ, ഗർവ് പിടിച്ചു നിൽക്കുന്നവർ, പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കാരം പിടിച്ചു നിൽക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവനൊക്കെ നിന്ദിനായിട്ട് നരകത്തിൽ പ്രവേശിക്കും. അല്ലാഹ് പറയാ, പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യത്തിനും വിശ്വാസി ചോദിച്ചുകൊണ്ടിരിക്കണം. എന്ത് കാര്യത്തിനും റബ്ബ് സുബ്ഹാനഹു തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കണം. എത്രയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത്രക്കും ജീവിതത്തിൽ ബർക്കത്ത് അല്ലാഹു തന്നുകൊണ്ടിരിക്കും. നമ്മൾ ദുആനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാ, അതൊരു ഇബാദത്ത് മാത്രമല്ല, മറിച്ച് ആ ഇബാദത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമാധാനത്തിൽ, നമ്മുടെ സ്വസ്ഥതയിൽ എല്ലാം സ്വാധീനിക്കുന്ന ഒന്നാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ അവനോട് ഏറ്റവും അടുത്തവനാണ് ഞാൻ. ഒരാള് മധ്യസ്ഥന് വേണ്ടതില്ലാത്ത, ഒരാൾ ഇടയാളം വേണ്ടതില്ലാത്ത, നേർക്ക് നേരെ അടിമക്ക് ചോദിക്കാവുന്ന കാരുണ്യവാനായ, അടുത്തു നിൽക്കുന്ന, കേൾക്കുന്ന, സ്വീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ ആദരിക്കുന്ന, പ്രാർത്ഥിക്കുന്നവന് നന്മ ചെയ്യുന്ന റബ്ബാണ് ഞാൻ എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ. മഖബറയിൽ പോയിട്ട് മരണപ്പെട്ട ശൈഖിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അതല്ലെങ്കിൽ ബദരീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, വിഗ്രഹങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, മമ്പുറന്തങ്ങളോടും അതുപോലെ തന്നെ നഫീസത്ത് ബീബിനോടും ഓരോ പ്രാദേശികമായിട്ടുള്ള വലിയനോടും ഔലിയാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം കൊടുക്കും.
പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവന് ഞാൻ ഉത്തരം കൊടുക്കും. ഫല്യസ്തജീബൂലി, അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. വൽയുമിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷദൂൻ, അതാണ് ശരിയായ പാത. ആ പാതയിൽ നിൽക്കുന്നവന്റെ സ്വഭാവം, റാഷിദീങ്ങളുടെ സ്വഭാവം അതാണ്, സന്മാർഗം പ്രാപിച്ചവരുടെ സ്വഭാവം അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുക. പ്രാർത്ഥിക്കണം, പടച്ചോണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം, ബർക്കത്തുണ്ടാവും, അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഇമാം അഹ്മദും ഇമാം അബൂ യഅലയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിം ദുആ ചെയ്യുന്നില്ല, ഒരു മുസ്ലിം ദുആ ചെയ്യുന്നില്ല, ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കാനോ പാപപരമായിട്ടുള്ള കാര്യത്തിനോ അല്ലാതെ, അത് ചോദിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രാർത്ഥന മുസ്ലിം പ്രാർത്ഥിക്കുന്നില്ല. ഹറാമായ കാര്യം ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടല്ല റസൂലുള്ളാഹി പറയുന്നത്. അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിനല്ല. പാപമില്ലാത്ത, അനുസരണക്കേടില്ലാത്ത ഹലാലായിട്ടുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ, ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, മൂന്നിലൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് ഉത്തരം ചെയ്യും. എൻ്റെ അസുഖം മാറാൻ ഞാൻ പടച്ചവനോട് നിരന്തരം തേടിയാൽ, എൻ്റെ സമ്പത്ത് വർദ്ധിക്കാൻ, എൻ്റെ കച്ചവടം വർദ്ധിക്കാൻ, എൻ്റെ കടം വീടാൻ, എനിക്ക് വീട് പൂട്ടാൻ, എൻ്റെ വീട്ടിൻ്റെ പണി തീരാൻ, എൻ്റെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിരന്തരം ചോദിക്കാം. പ്രാർത്ഥന പറഞ്ഞാൽ നിരന്തരം ചോദിക്കുക, ചോദിച്ചിട്ട് മടുക്കരുത്. മടുത്തവന് പടച്ചവൻ അവൻ്റെ ദുആക്ക് പിന്നെ പടച്ചവൻക്ക് എന്തില്ല, ബാധ്യതയില്ല. മടുക്കരുത് എന്ന് പറഞ്ഞാൽ മടുക്കാതെ ദുആ ചെയ്ത ഒരാളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ഒരു നബിനെ എന്താ അദ്ദേഹത്തിന് ബാധിച്ചത്? അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് രോഗങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തെ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും പിടികൂടി. തഫ്സീറുകൾ നോക്കിയാൽ ഖുർആൻ സുന്നത്തല്ല, തഫ്സീറുകളിൽ ചില കഥകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റി. എത്രത്തോളം എന്നാൽ ആളുകൾ അടുക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിന് പിന്നെ രോഗം ബാധിച്ചു. ആളുകൾക്ക് അടുത്ത് വരാൻ പറ്റില്ല, അത്രയ്ക്കും അറപ്പ് തോന്നുന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചു എന്നാണ്. ഇത് ഖുർആനല്ല, ഹദീസല്ല. ഖുർആൻ അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റി പിന്നെ പറഞ്ഞപ്പോൾ ആ രോഗത്തെ പറ്റിയിട്ട് മുഫസ്സിറുകൾ പറഞ്ഞതാ. അത്രത്തോളം അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഖുർആൻ എടുത്ത് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ നിരാശനല്ല. ദുആ ചെയ്തിട്ട് നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ അസുഖം 10 വർഷമായി അത് തേടിക്കൊണ്ടിരിക്കുന്നു, 15 വർഷമായി തേടിക്കൊണ്ടിരിക്കുന്നു, 30 വർഷമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നിട്ടില്ല. ഇങ്ങനൊരു വർത്താനം വിശ്വാസിക്കില്ല, ഇങ്ങനൊരു സംസാരമില്ല, ഇങ്ങനെ ഒരു ചിന്തയില്ല. മരണം വരെ ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. എന്താ? ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, മൂന്നിലൊരു രൂപത്തിൽ അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം കൊടുക്കും. എന്താ? ഇമ്മാ യുഅജ്ജിലു ലഹു ദഅവതഹു, ഒന്ന് അവന്റെ ദഅവത്ത്, അവന്റെ ദുആ, ആ ദുആ പെട്ടെന്ന് കൊടുക്കും. ചോദിച്ചത് പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ അങ്ങനെയാണ്, പടച്ചോനെ തരണേ, പടച്ചോനെ നൽകണേ, പടച്ചോനെ തടുക്കണേ എന്ന് ചോദിച്ചത് പെട്ടെന്ന് നൽകും. അത് ദുആക്കുള്ള ഉത്തരാണ്. ഒന്ന് ദുആക്കുള്ള ഉത്തരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ആഖിറത്തിലേക്ക് പിന്തിപ്പിച്ചു വെക്കും. അവന്റെ പ്രാർത്ഥന ആഖിറത്തിലേക്ക് പിന്തിപ്പിച്ചു വെക്കും. അവൻ ഇവിടുന്ന് കൊടുക്കൂല, ഇരട്ടിയായിട്ട് പരലോകത്തുനിന്ന് കൊടുക്കും. ഇരട്ടിയായി പരലോകത്തുനിന്ന് കൊടുക്കും. അല്ലെങ്കിലോ അവന് എന്ത് ചെയ്തു കൊടുക്കും? അവന്റെ ദുആ കൊണ്ട് അവന് ഒരു വിപത്ത് മാറ്റി കൊടുക്കും. ഇതിന് സമാനമായി സംഭവിക്കുന്ന ഒരു വിപത്ത് അവന്റെ ദുആ കൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുക്കും. ഈ മൂന്നിലൊരു രൂപത്തിൽ അള്ളാഹു ഉത്തരം ചെയ്യും. എൻ്റെ അസുഖത്തിന് വേണ്ടി ഞാനിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നുകിൽ എൻ്റെ അസുഖം അള്ളാഹു മാറ്റിത്തരും, അത് ഉത്തരാണ്. അല്ലെങ്കിൽ എൻ്റെ അസുഖം അള്ളാഹു മാറ്റില്ല. എൻ്റെ അസുഖം മാറ്റാതെ എൻ്റെ റബ്ബ് അത് പരലോകത്തേക്ക് എടുത്തു വെക്കും, അതിൻ്റെ പ്രതിഫലം, അത് ഉത്തരാണ്. അത്തരം ഉത്തരമാണ് ഏറ്റവും
ഏറ്റവും മധുരമുള്ള ഉത്തരം. മാറലല്ല, നമ്മളങ്ങനെ ധരിച്ചത്. എൻ്റെ അസുഖം മാറലല്ല, എൻ്റെ കടം വീടലല്ല, എൻ്റെ വീട് പണി തീരലല്ല, എനിക്ക് കയറിക്കെടുക്കാൻ ഒരു വീടുണ്ടാവലല്ല, എൻ്റെ കച്ചവടം പിന്നെ ബർക്കത്തുണ്ടാവലല്ല, ലാഭകരമാവലല്ല. അത് ഒരു അനുഗ്രഹമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അസുഖം മാറാൻ ദുആ ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ ഭാഷയിൽ ദുആ ചെയ്തിട്ട് ഒന്നും കിട്ടാണ്ട് മരിച്ചു പോയ ആൾക്കാരില്ലാവും. നമ്മളെ ഭാഷയിൽ എത്ര കാലമായി ആ മനുഷ്യൻ തേടുന്നത്, എത്ര കാലമായി ആ മനുഷ്യൻ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ വീടുണ്ടായിട്ടില്ല. എത്ര കാലമായി ആ മനുഷ്യൻ അയാളുടെ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അയാളെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് നമ്മൾ പറയും, ഇതുവരെ അയാൾക്കൊരു വീടായില്ലല്ലോ. അള്ള എടുത്തു വെച്ചതാണ്. അയാൾ മരിച്ചിട്ട് അള്ള പരലോകത്ത് വെച്ചിട്ട് അയാൾ തേടിയ തേട്ടങ്ങളുണ്ടല്ലോ, ദുനിയാവിൽ തരണേ എന്ന് ചോദിച്ച ചോദ്യത്തിന് അള്ള ഇവിടെ കൊടുക്കാതെ അവിടേക്ക് മാറ്റിവെച്ചതുണ്ടല്ലോ. അത് കാണുമ്പോൾ അയാൾ ആഗ്രഹിക്കും, എത്രയോ കാര്യങ്ങൾ തന്നില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു പോകും. അതാണ് അവിടേക്ക് എടുത്തു വെച്ചാൽ. അതിന് ഈമാൻ വേണം. അതിൻ്റെ മധുരം ഇപ്പം ആസ്വദിക്കണമെങ്കിൽ ഈമാൻ വേണം, ഉറച്ച ഈമാൻ വേണം. നിനക്ക് അള്ള തന്നിട്ടില്ലെങ്കിൽ അസുഖം മാറ്റണേന്ന് ദുആ ചെയ്തിട്ട് അതേ അസുഖം കൊണ്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ആ അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുന്ന സമയത്ത് സന്തോഷിച്ചോളണം മനസ്സിന്. പടച്ചവൻ ഇവിടുന്ന് തന്നില്ലല്ലോ, അപ്പോൾ എന്തോ ഇരട്ടിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഇരട്ടിയായിട്ട് തരാൻ പരലോകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന തോന്നൽ വിശ്വാസിക്കുണ്ടാവണം. ആ തോന്നലിനെയാണ് ഈമാൻ എന്ന് പറയാം. അതാണ് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും അവിടുന്ന് കിട്ടലാണ് ഏറ്റവും സുഖകരമായത്. അവിടെ വെച്ചിട്ട് കിട്ടുമ്പോൾ നമ്മൾ കൊതിച്ചു പോവും. എത്രയോ ദുനിയാവിൽ അല്ല തന്നിട്ടില്ലായിരുന്നെങ്കിൽ, എത്രയോ ചോദിച്ചത് ദുനിയാവിൽ അല്ല തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പരലോകത്തേക്ക് എടുത്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആലോചിക്കും. മനുഷ്യന്റെ മനസ്സിലേക്ക് ആ ചിന്ത വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്, ഇതിൽ മൂന്നിലൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രാർത്ഥന സ്വീകരിക്കും. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു വിപത്ത് തട്ടിക്കളഞ്ഞു തരും. നിങ്ങൾ ദുആ ചെയ്ത കാര്യം അല്ല തന്നിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു വിപത്ത്, അതിന് സമാനമായ ഒരു വിപത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് അല്ല തടുത്തു തരും. അപ്പൊ ദുആ വിശ്വാസിക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. ആകാശത്തേക്ക് അവന്റെ കൈകൾ ഉയർന്നാൽ അവന് ലാഭമുള്ള കാര്യമാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്, ആ ദുആ ചെയ്യുന്ന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത് എന്താ? ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും ഞാൻ പടച്ചവനോട് പകരം ചോദിക്കുന്ന, അതെനിക്ക് തരണേ, പകരം തരണേ എന്ന് ചോദിക്കുന്ന. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടില്ലേ? നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോൾ നമ്മൾ പടച്ചവൻ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, എനിക്ക് പകരം നല്ലൊരു ചെരുപ്പ് തരണേ, നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ദുആ ചെയ്യപ്പോഴാ നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യം വരുമ്പോൾ അപ്പോഴേ നമുക്ക് ദുആ ഓർമ്മ വരിക. നമ്മളൊരു പ്രശ്നതാണ്, നമ്മളെ കൊണ്ട് നടക്കൂലെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യം വരുമ്പോൾ നമ്മൾ ദുആയിൽ വീഴും. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമോ നമ്മൾ ദുആ ചെയ്യില്ലല്ലോ. ഒരു വസ്ത്രം വേണം, ദുആ ചെയ്യാറില്ലല്ലോ. ഭക്ഷണം വേണം, ദുആ ചെയ്യാറില്ലല്ലോ. കാരണം എന്താ? നമ്മൾ ശമ്പളം ഉണ്ട്, ശമ്പളത്തോണ്ട് നമ്മൾ ഭക്ഷണം വാങ്ങും, വസ്ത്രവും വാങ്ങും, പിന്നെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ അതിലെന്ത് ദുആ? അതിലെന്ത് ദുആ? ശമ്പളം വർദ്ധിപ്പിക്കാൻ ചിലപ്പോൾ ദുആ ചെയ്തേക്കും. കിട്ടിയ ശമ്പളം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ആ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തരണേ റബ്ബേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്കിനി രക്ഷയില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്യുക. നാളത്തെ പരീക്ഷ പാസ്സാവാൻ സാധ്യതയുണ്ടോ, ഫെയിലാവാൻ സാധ്യതയുണ്ടോ എന്ന് വരുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്തു തുടങ്ങുക. പാസ്സാവുന്ന ഉറപ്പുള്ള എക്സാം, അതിന് നമ്മൾ ദുആ ചെയ്യണമെന്നില്ല. നമുക്ക് കിട്ടുന്ന ഉറപ്പ്, നമ്മളെ കൈകൊണ്ട് ഉറപ്പായിട്ട് നടക്കുന്ന നമ്മളെ മനസ്സിന് തോന്നിയ കാര്യങ്ങൾക്കൊന്നും ദുആ ചെയ്യാറില്ല. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്താ അറിയോ? നമ്മൾ അസുഖങ്ങൾക്ക് നമ്മൾ ആദ്യം ഓടെ ഡോക്ടറെ അടുത്തേക്കാണ്, ആദ്യം നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസുഖം മാറ്റാൻ ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളിൽ പെട്ട ഒന്നാണ് പിന്നെ മെഡിസിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, റുഖിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രോഗശമന പ്രാർത്ഥനകൾ. അള്ളാഹിൻ്റെ കിതാബും അതിൽ പറഞ്ഞ പിന്നെ പ്രാർത്ഥനകളും
അതിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ദുആകളും ദിക്റുകളും കൊണ്ട് ഒരു വിശ്വാസി അവൻ അള്ളാഹുവിനോട് രോഗശമനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. റുഖ്യ എന്നതിനെ പറയാം. ദുആണത്. അത് പ്രാർത്ഥിക്കുന്നത് നമ്മളെപ്പോഴാണ്? നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പരിശോധിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും, ഓ മന്ത്രിക്കണമല്ലോ, റുഖ്യ ചെയ്യണമല്ലോ, നമുക്ക് ഓർമ്മ വരും. അപ്പോഴാണ് നമ്മൾ നാസും ഫലക്ക് ഇഖ്ലാസൊക്കെ ഓതി മന്ത്രിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആദ്യം ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചാണ്. മറ്റേ ചെയ്യാണ്ടിരിക്കണോ? അങ്ങനെ ഉണ്ട് ചില ആളുകൾ. അവരാകെ മന്ത്രത്തമ്മ മാത്രം നിൽക്കുക, റുഖ്യമ മാത്രം നിൽക്കുക, പ്രാർത്ഥനയമ്മ മാത്രം നിൽക്കുക. അല്ലാതെ പിന്നെ അള്ളാഹു വെച്ച മറ്റ് സബബുകൾ അവർ സ്വീകരിക്കില്ല. അള്ളാഹ് വെച്ച എല്ലാ സബബും സ്വീകരിക്കണം. അതിലൂടെയാണ് കാര്യങ്ങൾ മനുഷ്യൻ നേടിയെടുക്കേണ്ടത്. അത് അള്ളാഹുവിൻ്റെ സിസ്റ്റാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല അവൻ വിശ്വാസിയുടെ പ്രാർത്ഥനയെ വൃഥാവിലാക്കില്ല. അതിനൊരു ഉത്തരമുണ്ട്, അതിനൊരു ബർക്കത്തുണ്ട്. റബ്ബ് പഠിപ്പിച്ച ആ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അടുത്ത ഖുത്ബകളിൽ ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ പരലോകത്തേക്ക് മാത്രമല്ല, പരലോകത്തോടൊപ്പം ഇഹലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ചില നന്മകളുണ്ട്. ആ നന്മകൾ നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വെച്ച് തന്നെ അതിന് പകരമായി നമുക്ക് നൽകും. അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ്, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി കാണിക്കുക, അവൻ വർദ്ധിപ്പിച്ചു തരും. രണ്ടാമത്തേത്, എല്ലാ കാര്യങ്ങൾക്കും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പാപമല്ലാത്ത, അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കലില്ലാത്ത, ബാക്കി എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങളും ഹലാലായ കാര്യങ്ങളും അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹം ഇഹലോകത്ത് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, പരലോകത്ത് ഇരട്ടിയായി ആസ്വദിക്കാനും പറ്റും. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വരുന്ന ഞായറാഴ്ച 16-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ 100-ാം വാർഷിക സമ്മേളനം നടക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പണ്ഡിത സഭ രൂപീകരിച്ചിട്ട് 100 വർഷം പിന്നിട്ടു. അതിൻ്റെ വാർഷികം സംഘടിപ്പിക്കുകയാണ്. വിവിധ സെഷനുകളിൽ ഇൽമിയായിട്ടുള്ള പ്രഭാഷണങ്ങളും വഅളുകളുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ആ സമ്മേളനം വീക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തണം. വൈകിട്ട് 4 മണി മുതൽ രാത്രി വരെയാണ് നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം, ഇന്ന് നമ്മൾ കാണുന്ന നവോത്ഥാനപരമായിട്ടുള്ള ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള മൂവ്മെൻറ്റുകൾ പലതിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് KJU എന്നറിയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്ന് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാകും, അതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ടാകും. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മാർഗത്തിൽ ഉള്ള ആളുകൾക്ക് ആ സംഘമുണ്ടാക്കിയ നന്മയെപ്പറ്റി നിഷേധിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ നിരന്തരമായ ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ഷിർക്കുകളും ഷിർക്കിൻ്റെ വിവിധ ആസാറുകളും വിവിധ അടയാളങ്ങളും നിലനിന്ന ഈ കേരളത്തിൽ തൗഹീദിൻ്റെ ചിന്ത മനുഷ്യ മനസ്സുകളിലേക്ക് പാകിയതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച സംഘമാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സഭ കൂടിയാണത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളെയും ആ സമ്മേളനം വീക്ഷിക്കുന്നതിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നന്മയോടൊപ്പം നിൽക്കാനും നന്മയിൽ പങ്കുചേരാനും നന്മയിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന നന്മകൾ ഇഹലോകത്തും പരലോകത്തും പ്രതിഫലം നൽകുന്ന ബർക്കത്ത് നൽകുന്ന നന്മകൾ നിരന്തരമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത തെറ്റുകളും ഇനി ചെയ്യാനിരിക്കുന്ന തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ചെയ്യാനിരിക്കുന്ന തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് പരിശുദ്ധരായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.